لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, ദുനിയാവിലെ നമ്മുടെ കണക്കെടുപ്പ് നമ്മുടെ ആസ്തിയെക്കുറിച്ചാണ്. ഓരോ വർഷവും എത്ര കിട്ടി, എത്ര നേടി, എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നതിനെക്കുറിച്ച്, ചെലവഴിച്ചതിനെക്കുറിച്ച്, ചെലവായിപ്പോയതിനെക്കുറിച്ച് നമുക്ക് വലിയ ആശങ്കകളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ പരലോകം പടച്ചവനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കിട്ടാനുള്ളതിനെക്കുറിച്ചുള്ള കണക്കാണ് നമ്മൾ വെക്കാറുള്ളത്. അഥവാ നമ്മുടെ ആസ്തിയെക്കുറിച്ച് നമ്മളവിടെ ആലോചിക്കാറില്ല. ഇനിയും എന്തൊക്കെ കിട്ടണം എന്നതാണ്. ഇവിടെയാണ് സൂറത്തു തക്കാസുർ അതിൻ്റെ തുടക്കവും ഒടുക്കവും നമ്മളെ ആലോചിപ്പിക്കുന്നത്. പെരുമ നടിക്കൽ, അൽഹാക്കും അത്തക്കാസുർ, കൂടുതലുണ്ടാകണം എന്ന പൂതി, കൂടുതൽ കൊണ്ടുള്ള വമ്പ് നടിക്കൽ, ഇതൊക്കെ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന സൂറത്ത് അവസാനത്തിൽ അല്ലാഹ് പറയുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നാണ്. പിന്നീട് ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ആ ഒരു കണക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണല്ലോ ആ സൂചിപ്പിച്ചത്. അഥവാ എന്തൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബിൽ നിന്ന് കിട്ടി, ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നമ്മൾ പ്രതികരിച്ചു. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നാണ്. നിനക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന്. കിട്ടാത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കവിഞ്ഞ് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങൾ മേലേക്ക് നോക്കരുത്, താഴെ നോക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ വിലയറിയാൻ, അതിന് നന്ദിയുള്ളവരാകാൻ അതാണ് ഉപകാരപ്പെടുക എന്നത്. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് റസൂലുള്ളാഹി മുന്നോട്ട് വെച്ചത്. അഥവാ ഇനിയും കിട്ടാത്തതിനെക്കുറിച്ചുള്ള അതിമോഹങ്ങളുമായി നടക്കുമ്പോൾ ഇതുവരെ കിട്ടിയതൊന്നും വിലയില്ലാത്തതായി പോകും. നമ്മുടെ ജീവിതം അളന്നു നോക്കിയാൽ അത് തന്നെയാണ് മിക്ക സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ ഉണർത്തിയൊരു കാര്യമുണ്ട്. ആതാക്കും, നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, മിൻ കുല്ലി മാ സഅൽതുമൂഹ്, ചോദിച്ചതിൽ നിന്നൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കിട്ടിയത് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെ സ്വീകരിക്കുന്നത്, നന്ദിയോടെ സ്വീകരിക്കുന്നത് പ്രധാനമായും അത് ഉദ്ദേശിക്കപ്പെട്ടതുപോലെ, നിർദ്ദേശിക്കപ്പെട്ടതുപോലെ വിനിമയം ചെയ്തുകൊണ്ടാണ്. അത് സ്വന്തം ജീവിതത്തിനായാലും അന്യൻ്റെ ഉപകാരങ്ങൾക്കായാലുമൊക്കെ ചെലവഴിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിച്ചുകൊണ്ടാണ് അതിനോട് നന്ദി കാണിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മത പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങൾ എന്നത് പണം മാത്രമല്ല, കണ്ണും കാതും ചിന്താശേഷിയും അതേപോലെ ആരോഗ്യവും, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണാൻ കഴിയാത്ത അത്ര എന്നുള്ള സൂചിപ്പിച്ചില്ലേ. ആ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എവിടം കൊണ്ട് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയും? ദുനിയാവിൽ
നമ്മളോട് ആരെങ്കിലും ഒരിത്തിരി നന്ദികേട് കാണിക്കുമ്പോഴേക്കും നമ്മൾ അവനെ പല ജന്തുവിനോടും ഉപമിക്കും. നാം ചെയ്ത എന്തോ ഒരു ഉപകാരത്തിന് നാം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രതികരണം കിട്ടിയില്ല എന്നത് മാത്രമാണ് അതിന് മാനദണ്ഡം. അങ്ങനെ നോക്കുമ്പോൾ ഈ കാരുണ്യവാനായ നാഥൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നിടത്ത് നാം ജയിച്ചോ? റസൂലുള്ള സ്ഥിരമായി നമസ്കാരാനന്തരം പറയാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇതാണല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അതെ, റബ്ബിനോട് നന്ദി കാണിക്കുന്ന അടിമകളാകാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.